ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത് നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത് പേസ്റ്റ് സ്പെഷ്യൽ എന്നുള്ള ഫങ്ഷൻസാണ്. പേസ്റ്റ് സ്പെഷ്യൽ കൂടാതെ ഇന്ന് നമ്മൾ പേസ്റ്റ് സ്പെഷ്യൽ കൂടാതെ ഇന്ന് ഫിൽട്ടർ കൂടിയിട്ടുള്ള ഒരു എക്സാമ്പിളാണ്. ഇവിടെ ഈ എക്സാമ്പിളിൽ ഒരുപാട് കോളംസ് കാണാൻ പറ്റും. കാർട്ടൂൺ നമ്പർ, അങ്ങനെ കാർട്ടൂൺ, പാലറ്റ് ഐ ഡി. ഈ പാലറ്റ് ഐ ഡി എന്നുള്ള കോളം ഈ കോളത്തിൽ ചില റോസ് നമ്മൾ മേർജ് ചെയ്ത് വെച്ചിട്ടാണ്. അപ്പം തേർഡ് 3A എന്നുള്ള പാലറ്റ് ഇവിടെ മേർജ് ചെയ്തിട്ടുണ്ട്. ഇത് കൂടാണ്ട് 2A ഇതെല്ലാം നോർമൽ സെൽസ്. ഇതുപോലെ ഒരുപാട് ഇവിടെ 6A എന്നുള്ളത് 3 റോ കൂടി മേർജ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇത് ഓൾമോസ്റ്റ് 34 റോസാണുള്ളത്. അതിൽ മിക്കതും എന്താ ഉള്ളത്, മേർജ് ചെയ്ത റോസാണുള്ളത്. ഇവിടെ നമ്മളിപ്പോൾ ചെയ്യുന്നത്, ഇവിടെ നമ്മൾ ഈ അസൈൻമെൻറ്റ് ഇവിടെ കൊടുക്കുന്നത് ഈ 84.12 എന്നുള്ള വെയ്റ്റിൻ്റെ കൂടെ എല്ലാത്തിൻ്റെയും കൂടെ 10 kg എന്നുള്ള വെയ്റ്റ് എക്സ്ട്രാ നമുക്കിവിടെ ആഡ് ചെയ്യണം. 10 kg എക്സ്ട്രാ ആഡ് ചെയ്യുന്ന സാധാരണ നോർമൽ നമ്മൾ ഫങ്ഷൻസ് ഉപയോഗിച്ച് നോർമലായിട്ട് നമ്മൾ ആഡ് ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് പ്ലസ് ചെയ്ത് നമ്മൾ 10 എന്നുള്ള വാല്യൂ, അപ്പോൾ ഇവിടെ 94.12 ഇത് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റും. നമുക്കിപ്പോൾ എത്രത്തോളം ഡ്രാഗ് ചെയ്യാം. ഇവിടെ കാണാൻ പറ്റും ഇത് പ്രോപ്പറായിട്ട് വന്നിട്ടുണ്ട്. 104.62. ഇവിടെ 116.12, 106.12 പ്ലസ് 10 116.12. അഡീഷണലായിട്ട് ഇവിടെ എന്ത് ചെയ്തിട്ട് 10 എന്നുള്ളതുണ്ട്. ആ 10 എന്നുള്ളത് എന്താണ്, ഇവിടെ മേർജ് ചെയ്യാത്ത സെൽസാണ്. ഇൻ കേസ് നമ്മൾ മേർജ് സെൽസ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇവിടെ ഇതുപോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ ഫിൽട്ടർ എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഇത് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യും, നമ്മൾ ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും, ഈ വെയ്റ്റിലുള്ള ഈ 10 എന്നുള്ളത് മാത്രം നമ്മൾ എന്ത് ചെയ്യുന്നു, ഫിൽട്ടർ ചെയ്യുന്നു. കാരണം 10 ഇവിടെ ഡീഫോൾട്ടായിട്ട് വന്നതാണ്. ഈ 10 എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടുന്ന് ജസ്റ്റ് ഡിലീറ്റ് ചെയ്യുന്നത്. ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ ക്ലിക്ക് ചെയ്ത് ഫിൽട്ടർ സെല്ലിൽ ക്ലിക്ക് ചെയ്ത് എല്ലാം സെലക്ട് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ നമ്മൾക്ക് എന്ത് ചെയ്ത് പ്രോപ്പറായിട്ട് എല്ലാത്തിൻ്റെയും ആൻസർ കിട്ടി. നമ്മളിത് താഴത്തോളമുണ്ട് സെല്ല്, നമ്മൾ ഇത്രേ ഉപയോഗിച്ചിട്ടുള്ളൂ. ഈ ചെറുത് നമ്മൾക്ക് ഉപയോഗിക്കാം. കൂടുതലായിട്ട് ഡാറ്റാസ് വരുമ്പോൾ വളരെ യൂസ്ഫുള്ളാണ്, പ്രത്യേകിച്ച് മേർജ് സെൽസ് വരുമ്പോൾ. ഇപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു, നമുക്ക് ഇവിടെ ആൻസർ കിട്ടി, പക്ഷേ ഫോമാറ്റ് വ്യത്യാസമുണ്ട്. അതേ ഫോമാറ്റ് കൊണ്ടുവരണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, പഴയ അതന്നെ ഉപയോഗിക്കണം. കഴിഞ്ഞ എക്സാമ്പിൾ യൂസ് ചെയ്ത പേസ്റ്റ് സ്പെഷ്യൽ എന്നുള്ള ഉപയോഗിക്കണം. നമ്മൾ ജസ്റ്റ് ഇന്ന് Ctrl+C വെച്ച് ഇത് കോപ്പി ചെയ്യുന്നു. കോപ്പി ചെയ്ത കാര്യങ്ങൾ നമുക്ക് ഇവിടെ എന്ത് മതി, പേസ്റ്റ് സ്പെഷ്യൽ വെച്ചിട്ട് പേസ്റ്റ് സ്പെഷ്യലിലോട്ടേക്ക് പോകുന്നു. ഇവിടെ എന്ത് ചെയ്യുന്നു, നമ്മൾ ഓൺലി ഫോമാറ്റ്സ്, നമുക്ക് വാല്യൂ ചേഞ്ച് ചെയ്യേണ്ട. വാല്യൂ ഓൾറെഡി നമ്മൾക്ക് ഇവിടെ എന്ത് ചെയ്തു, നമുക്കിപ്പോൾ ഓൾറെഡി ഇവിടെ വാല്യൂ കിട്ടിയ വാല്യൂ നമുക്ക് എന്ത് ചെയ്യില്ല, ഒരു മാറ്റവും വരുന്നില്ല. നമ്മൾക്ക് എന്ത് വേണം, അവിടെ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യണം, ഫോമാറ്റ് മാത്രം മാറ്റണം. നമ്മൾ എന്ത് ചെയ്തു, ഇവിടെ ക്ലിക്ക് ചെയ്തു. ജസ്റ്റ് വെയിറ്റ് ചെയ്തൊന്ന് സ്ലോ ആണ്. ഇപ്പം നമുക്ക് എന്താക്കി പ്രോപ്പറായിട്ടുള്ള ആൻസർ നമുക്ക് ഇവിടെ കിട്ടി. നമുക്ക് എന്ത് ചെയ്യണം, ഈ കോളം നമുക്ക് ഇവിടത്തേക്ക് വരണം. ഇപ്പോഴെന്ത് ചെയ്യാം, നമുക്ക് ഇതൊന്നും കൂടി എന്ത് ചെയ്യാം, ഇവിടെ വെച്ചിട്ട് നമുക്ക് കോപ്പി ചെയ്യാം. കോപ്പി ചെയ്തതിന് ശേഷം ഇവിടെ വെച്ചിട്ട് എന്ത് ചെയ്യുക, പേസ്റ്റ് സ്പെഷ്യലിലോട്ടേക്ക് വീണ്ടും പോകാം. പേസ്റ്റ് സ്പെഷ്യലിൽ പോയിട്ട് എന്ത് ചെയ്യണം, നമുക്കിവിടെ എന്ത് ചെയ്യുന്നില്ല, ഇവിടെ ഒരു ചേഞ്ചസും വരുന്നില്ല. സെയിം വാല്യൂ നമ്മൾക്ക് ഇവിടെ വേണം, ബട്ട് ഫോമാറ്റും വേണം. അപ്പോൾ നമ്മൾ എന്ത് യൂസ് ചെയ്യും, ഇവിടെ വാല്യൂസ് ആൻഡ് നമ്പർ ഫോർമാറ്റ് എന്നുള്ളത് ഇവിടെ ചൂസ് ചെയ്യും. അതിനുശേഷം ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എന്ത് ചെയ്യും, ഈ വാല്യൂ കിട്ടി. ഇവിടെ വീണ്ടും ഡബിളായി, നമ്മൾക്ക് ഈ കോളത്തിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഇവിടെ നമ്മൾ ഇന്ന് പഠിച്ചത് എന്ത്, നമ്മൾ പേസ്റ്റ് സ്പെഷ്യലിനെ കൊണ്ടുള്ള ഉപയോഗം, പ്രത്യേകിച്ച് മേർജ് സെൽസിൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ആവശ്യമില്ലാത്ത മേർജ് സെൽസിൽ എന്ത് ചെയ്യാം, പേസ്റ്റ് സ്പെഷ്യൽ ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഫോമാറ്റ് എന്നുള്ള ഫംഗ്ഷനും വാല്യൂസ് ആൻഡ് നമ്പർ ഫോർമാറ്റ് എന്നുള്ള ഫംഗ്ഷനും ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുക, കംപ്ലീറ്റ് ആയിട്ട് പ്രോപ്പറായിട്ട് കാൽക്കുലേഷൻ നടത്താൻ പറ്റും. ഇത് കൂടാണ്ട് വേറൊരു വീഡിയോയും കൂടി 1-2 ദിവസത്തിനുള്ളിൽ ഞാൻ പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.